മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കർശന നടപടികൾ ആരംഭിക്കുവാൻ ദേവികുളത്ത് ചേർന്ന ഉന്നതതല ഗതാഗത ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനം. 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ തീരുമാനങ്ങൾ നടപ്പാക്കും. മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ദേവികുളത്ത് ചേർന്ന ഉന്നതതല ഗതാഗത ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനം. യോഗ തീരുമാനങ്ങൾ 30 ദിവസത്തിനുള്ളിൽ നടപ്പാക്കും. ദേശീയപാതയിൽ പഴയ മൂന്നാർ KSRTC ഡിപ്പോയുടെ മുൻഭാഗത്ത് നിർത്തിയിടുന്ന ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് നീക്കം ചെയ്യും. മൂന്നാർ, മാട്ടുപ്പെട്ടി, ദേവികുളം ഭാഗങ്ങളിൽ പ്രധാന റോഡുകളിൽ ഒരു വശത്തു മാത്രം വാഹന പാർക്കിംഗ് അനുവദിക്കും. വഴിയോര കച്ചവടങ്ങൾ ഈ മാസം 30-ന് മുൻപായി നീക്കം ചെയ്യും. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത നമ്പറോട് കൂടിയ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ സ്റ്റാൻഡുകളിൽ ഓടാൻ അനുവദിക്കൂ. രാജമല, മാട്ടുപ്പെട്ടി റോഡിലെ ഫ്ലവർ ഗാർഡൻ എന്നിവിടങ്ങളിൽ പാതയോരത്ത് വാഹനങ്ങൾ നിർത്തിയിടാൻ അനുവദിക്കില്ല. രാജമല 5-ാം മൈലിൽ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കും. അടിമാലി ഭാഗത്തു നിന്ന് വരുന്നതും പോകുന്നതുമായ വാഹനങ്ങൾക്ക് ബൈപ്പാസ് റോഡ് വഴി വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. തുടങ്ങിയ തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ ദേവികുളം സബ് കളക്ടർ VS ആര്യ, തഹസിൽദാർ, മൂന്നാർ, ദേവികുളം, മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വനം വകുപ്പ്, പൊതുമരാമത്ത്, ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഇടുക്കി.